ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഓറക്കിൾ കാർഡ് എന്ത് എനർജിയാണ് ഇന്ന് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഓറക്കിൾ കാർഡ് എടുത്തതിന് ശേഷം നമ്മൾ ടാരോട്ട് കാർഡ് ചെക്ക് ചെയ്യും. ഓക്കെ, ഓറക്കിൾ കാർഡിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് പാം ട്രീ ആണ്. പാം ട്രീ എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഗ്രോത്ത്, ഓക്കെ, ഇതിനെയൊക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാം ട്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ ഒരു സെക്യൂരിറ്റി, ഒരു വളർച്ച, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. രണ്ടാമത്തത് ക്യൂപ്പിഡ്സ് ആരോയാണ്. ആരോ നിങ്ങളോട് സ്നേഹം പറയാൻ വരുന്നു, ഐ ലവ് യു എന്ന് പറയാൻ വരുന്നു എന്നാണ് ക്യൂപ്പിഡ്സ് ആരോ മീൻ ചെയ്യുന്നത്. മൂന്നാമത്തത് ഹീലിംഗ് ഹാർട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യുന്നൊരു സമയമാണിപ്പോൾ. അതിൻ്റെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നാലാമത്തത് ഫിനിക്സിൻ്റെ ഒരു കാർഡാണ്. ഫിനിക്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഫേസിലോട്ട് പോകുന്നു. അതുപോലെ റീകിൻഡ്ലിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എനർജി, ഗ്രോത്തിൻ്റെ ഒരു എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഓറക്കിൾ കാർഡ്. ഇനി നമുക്ക് ടാരോട്ട്സ് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഞാനിതൊക്കെ നല്ലതായിട്ട് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ ഷഫിൾ ചെയ്തതിന് ശേഷം കാർഡ് എടുക്കാം. ആദ്യം വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് അബണ്ടൻസ്, ലക്ഷറി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നിവ വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് വെറുതെ അല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോട്ട് തിരിച്ചു പോയി അവിടെ നിന്ന് ചില ഫ്രണ്ട്സിനെയെല്ലാം നിങ്ങൾ റീകണക്റ്റ് ചെയ്യും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നൊരു സമയമാണ്. അവരുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേഷൻ വരും. നിങ്ങളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ എന്തും റെഡി ടു ഗീവ് ആൻഡ് റിസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ. അടുത്ത കാർഡ് എന്ന് വെച്ചാൽ ഒരു 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ചില ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില അഗ്രഷൻസ്, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചിലരുമായിട്ട് ഒരു കോപ്പറേഷൻ ഇല്ലാത്തൊരവസ്ഥ, ഓക്കെ, ചില കാവോസ് എല്ലാം ഉണ്ടാകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ലിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് വന്നത് ഡെത്ത് കാർഡാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകും, ചിലത് പുതുതായിട്ടുണ്ടാവും. ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ടാകും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനിക്സ് വന്നു ഓറക്കിൾ കാർഡിൽ. ഇപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. ടൈം ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. പുതിയ കാര്യങ്ങളുണ്ടാകും, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡെത്ത് സംഭവിക്കും. ഓക്കെ, ഡെത്ത് എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഡെത്താണ്, അല്ലാതെ ആൾ മരിക്കുമെന്നല്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ അൺഎക്സ്പെക്റ്റഡുമാണ്. പക്ഷേ അത് ചേഞ്ച് ഉണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാനും കൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. 2 ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻ മുന്നിലുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങളെ ഇമോഷൻസ് എല്ലാം ബ്ലോക്ക്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ തുണി അഴിച്ചു മാറ്റിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം 2 ഓപ്ഷനിൽ നിന്നും ഒരെണ്ണം സ്വീകരിക്കുക എന്നാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്നാണ് ആ ടാരോട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഇവിടെ ആരോ ഒരാൾ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്നൊരവസ്ഥ.
ഓക്കെ. ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരു ഡീപ്പർ ലെവൽ ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി, ആ ഒരു അവസ്ഥയാണിപ്പോൾ. ഓക്കെ. ഒരു രാജാവാണ്. രാജാവിൻ്റെ കയ്യിൽ ഒരു കപ്പും ഒരു ദണ്ടും ഒക്കെ ഉണ്ട്. രാജാവിനറിയാം ആർക്കാണ് സ്നേഹം കൊടുക്കേണ്ടത്, അതായത് കപ്പ് കൊടുക്കേണ്ടത്, ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ധാരണയോടുകൂടി ഇരിക്കുന്ന ഒരാളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലിബ്ര ആൻഡ് സ്കോർപ്പിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ വരുന്നൊരു സമയം, ഗ്രോത്ത് ആൻഡ് സക്സസ് ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും കാർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിനായിട്ടിരിക്കുക. നിങ്ങളുടെ വെൽത്ത് മാനേജ് ചെയ്യുന്നത് നല്ല രീതിക്കായിരിക്കണം. വളരെ സൂക്ഷിച്ച് മാനേജ് ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ. അതാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. അതിനുശേഷം വന്നിരിക്കുന്ന ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് വാൺസ് എന്ന് വെച്ചാൽ നിങ്ങളെ തകർക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഇരിക്കുന്ന ആളിൻ്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് ലൈഫ് പർപ്പസ്, വിഷൻസ് ഇതൊക്കെ മുന്നിൽ കാണുന്ന ഒരാൾ. ജീവിതത്തിൽ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭയങ്കര കറേജസും കോൺഫിഡൻറ്റുമായിട്ട് ജീവിതത്തിലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ വരുന്ന ചേഞ്ചസിനെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് വളരെ വളരെ ഒരു വിഷനോടുകൂടി ഇരിക്കുന്ന ഒരാളിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ആളാണെങ്കിൽ വളരെ നല്ലത്. പൈസീസ് ആൻഡ് ഏരീസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതെന്ന് വെച്ചാൽ ജീവിതത്തിൽ കുറച്ച് ഹാർഡ്ഷിപ്സും നെഗറ്റീവ് കാര്യങ്ങളെല്ലാം സംഭവിക്കുമെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം കരകയറി പോകാനുള്ള ചില കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നും ഈ ലോകം മൊത്തം എനിക്ക് എഗെയിൻസ്റ്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ അല്ല. അത് നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ് ആണ്. അതിൻ്റെ ആവശ്യമില്ല. ഹോപ്പ് ഈസ് സ്റ്റിൽ ദെയർ. ഈ ഡിഫിക്കൽട്ട് ഫേസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കുള്ളതാണ്. അത് നിങ്ങൾ കടന്നു പോകും. ഓക്കെ. അവസാനം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അബണ്ടൻസ് ആയിട്ട് മണി ഉണ്ടാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഒരു പോയിൻ്റ് ഓഫ് കംപ്ലീഷനിലെത്താറായി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അക്കോംപ്ലിഷ് ചെയ്യുന്നുണ്ട്. ചില യാത്രകൾ പോകുന്നുണ്ട്. സക്സസ്ഫുൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഹോം എൻവയോൺമെൻറ്റുള്ള ഒരാളിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ഒരു ഭാര്യ, കുട്ടികൾ, അല്ലേ, ധനം, നല്ലൊരു വീട്, പിന്നെ നല്ല ജോലി, വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെയുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരാളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ അല്ല നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എനർജി, പോസിറ്റീവ് കാര്യങ്ങൾ എവിടെ കേട്ടിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലോട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ എടുക്കുക. നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ. ഓക്കെ. ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ഇതെൻ്റെ ജീവിതത്തിലുള്ളതാണോ എന്ന് ചിന്തിക്കാതെ നല്ലത് പറയുമ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. പുതിയൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.